പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആര്യ നല്ല എഴുത്തിലാണ്. എന്താ എഴുതണ ആര്യ? റിക്ഷാബാം. ആ, അത് ഇങ്ങനെ വായിക്കണ്ടേ എഴുതുമ്പോ? ഞാൻ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. പറഞ്ഞ് വായിച്ച് എഴുതണം. ഓക്കെ ഓക്കെ. അവളിപ്പോ കുറച്ച് ദിവസമായിട്ട് സ്കൂളിലേക്കൊക്കെ പോയിട്ട് ഈ പറഞ്ഞ പോലെ അവളുടെ സ്കിന്നിൻ്റെ ഡോട്ടൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വന്നു. നല്ല ഉഷാറായിട്ട് വേപ്പിൻ്റെ കീഴും മഞ്ഞളുടെ എന്തൊക്കെയാ തേച്ചില്ലേ? അച്ഛമ്മക്ക് അറിയുള്ളൂ അതൊക്കെ തേച്ച് കുളിച്ചു. ഇപ്പോൾ അവൾ ഉഷാറായി. വെള്ളം ഉണ്ടാക്കി, പിന്നെ മഞ്ഞളുണ്ടായിരുന്നു, തേങ്ങാപ്പാലുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം പാടെ കുട്ടി കുളിപ്പിച്ചപ്പോൾ ഉഷാറായി സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ കുളിച്ചിട്ട് പോരെ. അപ്പോൾ ഞാൻ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:20 അപ്പം ഉണ്ട്, അതിലേക്ക് ചട്നി ഉണ്ട്, ചേട്ടൻ ചായ ഉണ്ട്. അങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാം. വല്ലാതെ വണ്ടി ക്ലീൻ ആക്കാനൊന്നുമില്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമാണ്. വണ്ടി കഴുകാനൊന്നുമില്ല. ക്യാമറ ഒന്ന് ഫിറ്റ് ചെയ്യണം. ക്യാമറ ഒക്കെ നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്. അതൊരു മാഗ്നറ്റ്, ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അതിലേക്ക് ക്യാമറ വെച്ചെടുക്കും, പ്രസ് ചെയ്യും. സുഖമാണ് ക്യാമറ വെക്കാൻ, സുഖമാണ്. അതുപോലെ തന്നെ മൊബൈൽ വെക്കാനും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നത്തെ ദിവസം ഏതൊക്കെ തരം കഥാപാത്രങ്ങളാണ് നമ്മളുടെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്, എങ്ങനെയാണെന്നൊക്കെ ഒന്നുമില്ല നോക്കാം നമുക്ക്. ചിന്ന ചായ മാത്രം നിർത്തട്ടെ, ചായ എടുക്കാൻ മറന്നു വണ്ടിയിലേക്ക് കയറി. ഇവിടെ ഇപ്പോ മഴയൊക്കെ പെയ്തിട്ടേ കുറച്ച് ദിവസമായി എന്ന് തന്നെ പറയാം. നമ്മളന്ന് വല വെച്ചാണ്ട് മീൻ പിടിച്ചില്ല രാത്രി. ചെക്കന്മാര് വല വെച്ച് മീൻ പിടിച്ചു. അന്ന് രാത്രി പെയ്ത മഴയാണ്. പിന്നെ മഴ പിറ്റേ ദിവസം ചെറിയൊരു മഴ പെയ്തിട്ട് പിന്നെ ഇവിടെ മഴ തന്നെ പെയ്തിട്ടില്ല. ഒരു ഇരുവശങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, മഴ പെയ്തിട്ട് കുറച്ചായി. സത്യം പറഞ്ഞാൽ ഒരു വേനൽ മൈൻഡായി. ചൂടാണ് ഇവിടെ, നല്ല ചൂടാ. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് മഴ പെയ്യുന്നുണ്ടാവല്ലേ. ചിലപ്പോ ഈ ഒരു വീഡിയോ ഞാൻ വിടുന്ന അന്ന് ചിലപ്പോ മഴ ഉണ്ടാവാം. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്ന് തന്നെ ചിലപ്പോ വിടാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെ. അപ്പൊ അങ്ങനെ എന്തൊക്കെയായാലും ഇന്നത്തെ ദിവസം നമ്മൾ ടാർഗറ്റ് വെക്കുകയാണ്. ഇന്നൊരു 1100 രൂപയ്ക്ക് ഓടണം എന്നുള്ളതാണ് ടാർഗറ്റ് കേട്ടാ. 1100. അപ്പൊ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് എത്ര കിട്ടും, എന്ത് കിട്ടും, എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം, അങ്ങനെ പറ്റുള്ളല്ലോ. അപ്പൊ നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം. അങ്ങനെയാണെങ്കിൽ കൃത്യം 9:30 നമ്മൾ ലൈനിൽ കയറാട്ടാ. കൃത്യം 9:30 ലൈനിൽ കയറിയിട്ടുണ്ട്. ഇനിയാണ് കളി. ഞങ്ങളുടെ സമയം 10:15. സെക്കൻഡ് ഗ്യാപ്പിൽ എത്തിയിട്ടുള്ളൂ ഈ നേരം വരെ ആയിട്ടാ. അതായത് 3/4 മണിക്കൂറായി നമ്മൾ ലൈനിൽ കയറിയിട്ട്. നല്ല വെയിൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ആളുകള് കുറവാണോ എന്താണെന്നൊക്കെ മനസ്സിലാവണല്ലോ. എന്നാലും ഓട്ടല്ല, വണ്ടി 3/4 മണിക്കൂർ നേരം കൊണ്ട് ആകെ പോയത്. ഞാൻ എത്ര വണ്ടിന്റെ ബാക്കിൽ നിർത്തിയിട്ടുണ്ടാവും. ഒരു 11ാമത്തെ വണ്ടിയൊക്കെ ആയിട്ടോ 10-11 ആയിട്ടാവും നിർത്തിയിട്ടുണ്ടാവും. 10 അങ്ങനെയാണെങ്കിൽ 9 വണ്ടി 8 വണ്ടിയേ പോയുള്ളൂ. വളരെ ശോകാവസ്ഥയാണ്. മോനെ ടൈറ്റ് പരിപാടി ആയിട്ടെന്ന്. അങ്ങനെ 10:25 നമ്മൾ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, ഇന്ന് ഞാൻ ടാർഗറ്റ് ഒക്കെ വെച്ചതായിരുന്നു 1:100. എന്തായാലും 1:100 ടാർഗറ്റ് തന്നെ കിടക്കട്ടായില്ലേ. നമുക്ക് എത്ര പേരെ ഓടാൻ വേണ്ടിയിട്ട് പറ്റും നോക്കാം. നമ്മള് ശ്രമിക്കാന്ന് പറഞ്ഞാല് ഇവിടെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പാടില്ലല്ലോ. നമ്മൾ ട്രിപ്പ് മാന്തിയിട്ടും ചവിട്ടിയിട്ടും കുത്തിയിട്ടും ഒന്നും പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ പോവാതെ കിട്ടണം നമുക്ക്. അങ്ങനെയെങ്കിൽ ചങ്ങന്മാരെ നമുക്ക് കൈനീട്ടം കിട്ടിയിരിക്കുവാണ് കേട്ടോ. കൈനീട്ടം 40 രൂപ, 4/10 തൊട്ട്. അല്ലെങ്കിൽ തന്നെ ചില്ലറല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് കിട്ടിയപ്പോ ഒരാശ്വാസമായി. അത് നമ്മൾ ചില്ലറ ആക്കേണ്ടി വരും. കിട്ടായി ഒന്നല്ല, കിട്ടും. ചില നേരത്തെ 10-ന് 20-ന് ടൈറ്റാണ്. അങ്ങനെ ആകുമ്പോ പമ്പിലും ഉണ്ടാവില്ല, എവിടെ ഉണ്ടാവലില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മള് ലൈനില് ഫോൺ മകളി കുറച്ചാൽ തന്നെ അത്യാവശ്യം ഓടാൻ വേണ്ടിയിട്ട് പറ്റും. ഫോൺ മകളിയാന്ന് കുറക്കും. ഇപ്പൊ 10:30 ആയിട്ടോ സമയം. 10:30. എനിക്ക് മുന്നിലും അല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല ലൈനിൽ, പക്ഷെ കുറെ നേരം ഇരിക്കേണ്ടി വന്നു. രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് 11:05 ആയിട്ടുണ്ട് സമയം.
ഇപ്പൊ കിട്ടിയത് 30 രൂപ. അങ്ങനെ മൊത്തം നമ്മൾ 80 രൂപ. ഇനി നമ്മൾക്ക് 1020 രൂപ കിട്ടണം ടാർഗറ്റ് പിടിക്കാട്ട. 1020 സമയമാണെങ്കിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഫ്രണ്ടിലെത്തിയിട്ടാണ് നമുക്ക് ട്രിപ്പ് കിട്ടുന്നത്. അതാണ് ഡിലേ വരുന്നത്. നോക്കാം, ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമുക്കൊരു 10-250 രൂപയുടെ ട്രിപ്പൊക്കെ കിട്ടുവാണെങ്കിൽ, ഒറ്റ ട്രിപ്പ് കിട്ടുവാണെങ്കിൽ ഏറെ സാധ്യത ഉണ്ട്. കിട്ടും, കിട്ടാതിരിക്കില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെങ്ങന്മാരെ സമയം 12:50 ആയിട്ടുണ്ട്. നമുക്കൊരു 110 രൂപയുടെ ട്രിപ്പ് കിട്ടിയതാണ് കേട്ടോ. എന്താ പറയാ, സ്റ്റാൻഡിൽ നിന്ന് ഫസ്റ്റ് ക്യാപ്പ് എന്നാണ് കിട്ടുന്നത്. എല്ലാ ട്രിപ്പും ഫസ്റ്റ് ക്യാപ്പ് തന്നെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിന്റെ ഇടയിൽ നിന്നൊന്നും ട്രിപ്പ് കിട്ടിയിട്ടില്ല. പോകുന്ന വഴിയിൽ മടക്കം ഒരെണ്ണം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. വേറെ ട്രിപ്പ് ഒന്നും കൂട്ടിക്കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോ ടോട്ടൽ ഓടി നിൽക്കുന്നത് 250 രൂപയ്ക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് 250, നമുക്ക് 1100 നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ ഇനി നമ്മൾക്ക് 850 രൂപയും കൂടി വേണം. എന്തിന്? നമ്മുടെ ടാർഗറ്റ് പിടിക്കാൻ 850 രൂപ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നോക്കണുള്ളൂ. സമയം 1:50 ആയി. ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാനാണ് കരുതുന്നത്. ഏതായാലും പോട്ടം ഇല്ലാത്ത സമയമാണ്. ഉച്ചയ്ക്ക് ശേഷം പോട്ടം കൂടുന്ന സമയം. അപ്പൊ അപ്പഴേക്ക് നമുക്ക് ഭക്ഷണം കഴിച്ച് വരാം. വേണമെങ്കിൽ ഒരു ലോക്കലും കൂടെ ഒക്കെ എടുക്കാം. പക്ഷെങ്കിൽ വേണ്ട, എനിക്ക് വിശിട്ടൊന്നുണ്ട്. അപ്പൊ നേരെ വീട്ടിൽ പോയിട്ട് അത് ഭക്ഷണം കഴിച്ച് ഒരു 1:30-2 മണിയാകുമ്പോഴേക്ക് 2 മണിയാകുമ്പോഴേക്ക് തന്നെ ഇറങ്ങണുള്ളൂ. 1 മണി ആയില്ലേ, 2 മണിയാകുമ്പോഴേക്ക് ഇറങ്ങുന്നുള്ളൂ. മുരിങ്ങാക്കറി ഉണ്ട്, മത്തി പൊരിച്ചതുണ്ട്. അപ്പോൾ ഇതും കൂട്ടി കഴിക്കുന്നു. ഒരു 2-2:15 ആകുമ്പോഴേക്ക് പോകുന്നു. ഇപ്പം തന്നെ 1:50. ഞാൻ വേറെ ട്രിപ്പൊന്നും കിട്ടിയില്ല. പക്ഷേങ്കിലും ചെറിയൊരു റീൽസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരം വൈകിയതാണ്. അതും ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യണേ. അതാണ് ഈ നേരം വൈകിപ്പിക്കുന്ന ഒരു പരിപാടി, എഡിറ്റിംഗ് ആണ്. അതായത് കൂട്ടി കഴിക്കട്ടെ, ഇറങ്ങാം. സമയം 2:10 ആവാറായി. അപ്പം ഞാൻ ഇറങ്ങുവാണ്. ചോറൊക്കെ പെട്ടെന്ന് തന്നെ വാരി പിടിച്ച് തിന്നിട്ട് പോവാണ്. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പോയപ്പോഴേ സത്യം പറഞ്ഞ ഒരു വെറിയുള്ള പോലെ ഫീൽ ആവുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ സ്ഥലമുള്ള മാതിരി തോന്നിപ്പോൾ ഇവിടെ അല്ലേ. അതങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ വണ്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് സൗകര്യമായിപ്പോൾ. മറ്റേ വണ്ടി ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല നമുക്ക് ഈ സ്ഥലം. അങ്ങനത്തെ സംഭവമുണ്ട്. അങ്ങനെ ഇറങ്ങണം. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് 850 രൂപ കിട്ടണം. 850 രൂപ മൈൻഡ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. 850 രൂപ. ചാവി ഓഫാക്കിയത് ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് പോയത്. കുഴപ്പമൊന്നുമില്ല, ഒറ്റയടിക്കൊന്നും ഇറങ്ങില്ല. പക്ഷേ ചൂടാകുമ്പോൾ നമ്മൾ ഫാനൊക്കെ ഉപയോഗിക്കുമ്പോഴേക്ക് ഇറങ്ങും. റണ്ണിങ്ങിൽ നിർത്തിയിട്ടിട്ട് വല്ലാതൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ബാറ്ററി ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ചെങ്ങന്മാർ ഉച്ചയ്ക്ക് ശേഷം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് നാട്ടിലേക്ക് തന്നെ 30 രൂപയുടെ ട്രിപ്പാട്ടാ. ഓന്റെ മക്കളെ, ജാതി കളി കളിച്ചിട്ട് കാര്യമില്ല കേട്ടാ. ജാതി കളി കളിച്ചാലേ നമ്മളെ ടാർഗറ്റിക്കൊന്നും നമുക്ക് എത്താൻ വേണ്ടി പറ്റില്ല. ടാർഗറ്റിന്റെ പകുതി എത്താൻ വേണ്ടി പറ്റാവോ 600. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 2:40. അതായത് 2:15 കൂടിയിട്ട് എന്തായാലും നമ്മൾ സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ടാവും. മുന്നൊന്നല്ല, അത് ഇടയിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മുന്നെന്നാണെങ്കിൽ നമുക്ക് ഇപ്പോഴും കിട്ടൂല കേട്ടോ. ഓരോ ദിവസവും ഓരോ ടൈപ്പ് ആയിരിക്കും. നമുക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂലിപ്പണിക്കാരന്റെ പോലെ അല്ലെങ്കിൽ ശമ്പളക്കാരന്റെ പോലെ ഒരു നിശ്ചിത തുക നമ്മൾക്കില്ല. നമ്മൾക്ക് കിട്ടുന്നത് പോലെയാണ്. ഇന്ന് ചിലപ്പോൾ കൂടുതൽ കിട്ടും, നാളെ ചിലപ്പോൾ വളരെ കുറവേ കിട്ടുള്ളൂ. പക്ഷെ അതിലൊന്നും നിരാശപ്പെട്ടിട്ടൊന്നും കാര്യമല്ല. എന്നും ഒരേപോലെ ആവില്ല എന്തായാലും. ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരേപോലെ അല്ലെങ്കിലും ഒരു 100-200 ഒക്കെ മാറ്റമുള്ള ഒരു കാലം. നട്ടുച്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടികൾ കുറവുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2ാമത്തെ ട്രിപ്പ് നമ്മളുടെ കണ്ണൻ കണ്ട് അടക്കുന്നു. കണ്ണൻ പണിയേറി വന്നതാണ്. ഇപ്പൊ നാട്ടിലേക്ക് തന്നെ കേട്ടോ, വീണ്ടും 30. ഉച്ചയ്ക്ക് ശേഷം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ട്രിപ്പാണിത്. ഏതാണ്ട് എന്താ പറയാ 130 രൂപയോളം റേറ്റ് വരുന്ന ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. 6 കിലോമീറ്റർ ദൂരം. ഈ സ്ഥലത്തിന്റെ പേര് ശാന്തി എന്ന് പറയും. അപ്പോ ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ടോട്ടലായിട്ട് 220 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. ടാർഗറ്റ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കിട്ടേണ്ടത് 850. അപ്പൊ അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് 630 രൂപയും കൂടി കിട്ടണം. അപ്പോഴേ നമുക്ക് എന്താ പറ്റുള്ളൂ, ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കിട്ടൂല്ല നോക്കാം, സമയമല്ല അതിന്, അതാണ് വിഷയം. ഇപ്പൊ 4:15 ആയിട്ടുണ്ട്. ഏതായാലും നമ്മൾ അതേ കോൺഫിഡൻസ് തന്നെയാണ്. നമുക്ക് 1-2 ട്രിപ്പ് മാറി കിട്ടിയാൽ മതി, അത് ക്ലിയർ ആവും. ഞാൻ വാണിയമ്പലത്ത് എത്തിക്കണേ. അപ്പൊ എന്റെ മുന്നിൽ ഒരു ഓട്ടോ പോകുന്നുണ്ട്. ഈ ഒരു വണ്ടി, ഈ വണ്ടിന്റെ ബാക്കിൽ എഴുതിക്കണ നിങ്ങള് തട്ടല്ല മൊത്തം കടത്തില. എന്താ ചെയ്യാ, മൊത്തം മുത്തുച്ചില്ലാന്നൊക്കെ അറിയുമ്പോ രസേനല്ലേ. ഈ കടത്തിൽ എനിക്ക് അത്ര വലിയ രസമായിട്ട് തോന്നിയില്ല. എന്താണ് റിട്ടേൺ പൊക്കോണ്ടിരിക്കട്ടോ. നമ്മുടെ ആ ഒരു ട്രിപ്പ് അവസാനിച്ച് എനിക്കിപ്പോൾ വണ്ടിയിൽ എത്തിയിട്ടില്ല. 4:20 സമയം 4:20 ആയി.
അപ്പൊ ഞാൻ എത്ര സമയം പറഞ്ഞു? ഇപ്പൊ 4:21. ചെങ്ങന്മാരെ, ഞാനിപ്പോ ഉള്ളത് ചെറുകോട് എന്ന് പറയുന്ന സ്ഥലത്താട്ടാ. ഇവിടെ നിന്ന് വണ്ടൂരിലേക്ക് റിട്ടേൺ പോകണ ട്രിപ്പ് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാന് എന്താ പറയാ, 3-4 ലോക്കലുകൾ കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ ടോട്ടലി ഇപ്പൊ നമ്മള് 5:15 സമയമാണ്. ഈ ഒരു നേരം ഇപ്പോ നമുക്ക് ഇനി കിട്ടേണ്ട പൈസ എന്ന് പറയുകയാണെങ്കിൽ 440 രൂപ കേട്ടോ. 440 രൂപയും കൂടി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് ട്രിപ്പുകൾ ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് കിട്ടിയതാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് 110 രൂപയുടെ ട്രിപ്പായിരുന്നു. അതിന്റെ മുമ്പ് ഞാൻ 100 രൂപയൊക്കെ ഓടിയതൊക്കെ ഓടി. അതൊക്കെ ചെറിയ ലോക്കലുകൾ ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് കിട്ടിയതാണ്. പോകുന്ന വഴിയിൽ അങ്ങനെ സ്റ്റാൻഡിലേക്ക് എത്താതെ കിട്ടിയതാണ്. ഇനി അങ്ങനത്തെ ട്രിപ്പുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 440 രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞാല്, എന്റെ കണക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ 440 ഞാൻ എണ്ണി നോക്കിയില്ല. 440 രൂപയോട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. പക്ഷെ എങ്കിൽ വലിയ സമയമല്ല, 5:15. മിറാക്കിൾ സംഭവിക്കണം. മിറാക്കിൾ സംഭവിക്കോ? ചെങ്ങന്മാരെ, സമയം എന്ന് പറയുന്നത് 5:27, 5:30 ആവാനായി എന്ന് പറയാം. പിന്നെ നമ്മൾക്ക് കിട്ടേണ്ടത് 370 രൂപ മാത്രം. 5:30 മണിയായിട്ടുണ്ട്. 370 രൂപ കൊണ്ട് നമുക്ക് കിട്ടണം. എന്നാലേ നമുക്ക് ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്ന് ഞാൻ മറ്റാ ചെറുകോട്ടുനിന്ന്, അതായത് 100 രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ റിട്ടേൺ പോന്നപ്പോ 2 പേര് മടക്കം കയറി. അവരെന്തായാലും ഒരു ലോക്കൽ കിട്ടും. അങ്ങനെ കൂട്ടിക്കുളത്തിക്കൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ലൈനിക്ക് എത്തിയിട്ടില്ല. ലൈനിക്ക് എത്താൻ വേണ്ടിട്ട് പോവാണ്. ഇപ്പൊ എനിക്കും തന്നെ ഒരു ആവേശമായി. പക്ഷെ എങ്കില് ഇനി നേരെ ലൈനിക്ക് ഇനിയിപ്പോ ആരും വഴിന്ന് കുളത്താനല്ല. പക്ഷെ ഈ ഒരു നേരത്തെ ഒരു ലോക്കൽ പോൺ ട്രിപ്പിൽ വന്നാല് ഇവിടെ ആർക്കെങ്കിലൊക്കെ നാട്ടിൽ പോവാണ്ടെങ്കിൽ ഒരു കൂട്ടിക്കുളത്തിലാണ്. സമയം 6:25. അതായത് 370 റുപ്യ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. 370 റുപ്യ കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും കിട്ടില്ല. ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കുന്നുണ്ട്. ഒരു 370 വരെ ആയിട്ടുള്ളൂ. ഒരു 370 റുപ്യന്റെ ട്രിപ്പ് കിട്ടിക്കണെങ്കിൽ കല്ലിട് മാറും. 370 റുപ്യന്റെ ട്രിപ്പ് കിട്ടിക്കണേക്കാളി മാറോടാ. ഞാൻ ആകെ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾക്ക് 370 രൂപ കിട്ടുമോ ഇല്ലയോ കാണാം. ഞാനൊരു ലോക്കൽ കഴിഞ്ഞ് വരിക. ഇത് 370 മതി. പക്ഷെങ്കില് വൈദ്യ ഒരുപാട് ബാക്കിലാടോ. ഇത് തിരിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാ. ഇല്ല, ഓക്കെ. വൈദ്യാണെങ്കിൽ കിടക്കാണ്ടങ്ങള് ഇറങ്ങാൻ ബാക്കില്ല. നമ്മളിപ്പോ ഒരു 20ാമത്തെ വണ്ടിയൊക്കെ ആയിരിക്കും. എന്താണ് നമ്മൾ ഒന്ന് ടാർഗറ്റ് വെച്ച് നോക്കുമ്പോലേ ഒന്ന് നോക്കണ്ട. ഒറ്റ ഒന്ന് മറിഞ്ഞാൽ മതി. ഒരു 300 റുപ്യന്റെ കളർ മാറും. തേങ്ങമര ലൈനിൽ തന്നെ. പിന്നെ നമുക്കൊരു ലോക്കൽ പോലും കിട്ടിയില്ല. സമയം 7 മണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ 7:30 ആയി. ലൈനിൽ തള്ളിയോണ്ടിക്ക. ഇത് 3ാമത്തെ വണ്ടി ആയിട്ടുണ്ട്. ഇപ്പൊ ആളുകളൊക്കെ അവിടെ കുറെ ഉണ്ട് കേട്ടോ. കാരണം ആ ഭാഗത്ത് കൂടെ ബസ് കാത്തുക്കാണ്. നടക്കൂല മക്കളെ, നടക്കൂല. പ്രതീക്ഷ നഷ്ടപ്പെട്ടു. സമയം 8 മണി. 8 മണിയായപ്പോഴാണ് പിന്നെ ഒരു ലോക്കലിന് വേണ്ടി നമ്മൾ മുന്നിലേക്ക് എത്തിയത്. അവിടെ കുറെ ആൾക്കാരുണ്ട്. ബസ്സിന് കാത്തുക്കാണ്. അപ്പൊ ഞാൻ കരുതുന്നത് നമ്മുടെ നാട്ടിൽ പോയി ട്രിപ്പ് ഉണ്ട് അവിടെ. ഓല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നാട്ടിൽ നിൽക്കും. ഇതിന്റെ ലാസ്റ്റ് ട്രിപ്പാണ്. അതായത് ഒരു ട്രിപ്പ് ലോക്കലോടി കിട്ടിക്കഴിഞ്ഞാൽ 310 റുപ്യന്റെ കമ്മി ടാർഗറ്റിനുണ്ടാവും കേട്ടോ. ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയിരുന്നത് വാണിയമ്പലം. വാണിയമ്പലത്തേക്ക് 60 രൂപയാണ് ചാർജ് മേടിക്കാറ്. അങ്ങനെയെങ്കിൽ ഇനി ടാർഗറ്റ് തികയാൻ 280 രൂപ വേണം. പക്ഷെ ഞാൻ നേരെ നാട്ടിലേക്ക് പോവാട്ടാ. നിർത്തി. സമയം ഒരുപാടായി. 8:20 ആവാറായിട്ടാ. ഞാൻ പോവാ, വീട്ടിൽ പോവാ. ഇനി നിന്നിട്ട് കാര്യമില്ല. നമുക്ക് പറയാൻ വേണ്ടി പല കിട്ടി പിന്നെ വരാം. പക്ഷെ നമ്മളുടെ സമയമായി. അതാണ്. അങ്ങനെ വീട്ടിലെത്തിന് പിന്നെ കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നേരെ പാലത്തിന് കുറച്ചായിരുന്നു. 9:10 ആയിട്ടുണ്ട് സമയം. ആര്യമകൾ അയ്യോ എൻ്റെ ചോട്ടി പിടിച്ചോളൂ. കളിസ്ഥാനൊക്കെ വൈകി വെച്ചാൽ അങ്ങനെ തന്നെ അല്ലേ. കുഴപ്പമില്ല. നാളെ പിടിക്കഴിഞ്ഞ് ടാർഗറ്റ് ഇടാം. കുറച്ച് സാമാനം വാങ്ങിയ ഉള്ളി, തക്കാളി, പഴം രാവിലെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. അതിൽ പോയി അച്ഛമ്മൻ്റെ അടുത്ത് കിടക്കുക. അച്ഛമ്മൻ്റെ അടുത്ത് കിടക്കുക. എന്താ പറ്റിയേ? ഓലിവിടെ കടന്ന് കാണണം അച്ഛമ്മയും മകളും. എന്താ അതിൻ്റെ ഒക്കെ ഒരു സുഖല്ലേ. ഉള്ളവരൊക്കെ മുടിയാകട്ടും പോലെ. അങ്ങനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം എന്നും ടാർഗറ്റ് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടും. നാളെ കിട്ടും. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്.